വചനവായലൊരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് ക്ലാസ് 4 ജീവന്റെ നീർശാലകൾ, പാഠം 15 പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണം. ഒരിക്കൽ ഈശോ ഒരിടത്ത് തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഈശോയുടെ അടുത്തെത്തി അവിടുത്തോട് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ശിഷ്യന്മാരുടെ അപേക്ഷ കേട്ട ഈശോ അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നാരംഭിക്കുന്ന പ്രാർത്ഥന. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമാണ്. ഈശോ പ്രാർത്ഥനയിൽ തന്റെ പിതാവുമായി സംസാരിച്ചിരുന്നു. സിനഗോഗുകളിലും മരുഭൂമിയിലും മലമുകളിലും ഗത്സമേനയിലും എല്ലാം പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് തന്റെ പിതാവിനോട് സംസാരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പ്രാർത്ഥനകളിൽ നാമും ദൈവത്തോട് സംസാരിക്കുന്നു. ദൈവമഹത്വം ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നാം അവിടത്തേക്ക് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുമ്പോൾ നാം ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തോട് പറയുന്നു. ദൈവവുമായുള്ള സംഭാഷണത്തിലെ പ്രത്യേകതകൾ അനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് ആരാധന, സ്തുതിപ്പ്, കൃതജ്ഞത, യാചന, മാധ്യസ്ഥം എന്നിങ്ങനെ വിവിധ ഘടകങ്ങളുണ്ട്. ദൈവം നമ്മുടെ സർവസ്വമാണെന്നും അവിടുത്തെ കൂടാതെ നാം ഒന്നുമല്ലെന്നും ഗ്രഹിച്ച് സ്നേഹനിധിയായ അവിടുത്തേക്ക് നമ്മുടെ മേലുള്ള പരമാധികാരം ഏറ്റുപറയുന്നതാണ് ആരാധനാ പ്രാർത്ഥന. ദൈവത്തിന്റെ മഹത്വപൂർണമായ പ്രവർത്തനങ്ങളെയും സൃഷ്ടിപ്രപഞ്ചത്തിലെ മഹിമയാർന്ന നന്മകളെയും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ സ്തുതിപ്പ് എന്ന് പറയുന്നത്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും നൽകിയിട്ടുള്ളതും നൽകുന്നതുമായ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയുന്ന പ്രാർത്ഥനയാണ് കൃതജ്ഞതാ പ്രാർത്ഥന. സർവനന്മ സ്വരൂപനായ ദൈവത്തോട് നമുക്ക് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ചോദിക്കുന്നതും നമ്മുടെ പാപങ്ങൾക്ക് മാപ്പപേക്ഷിക്കുന്നതുമായ പ്രാർത്ഥനയാണ് യാചനാ പ്രാർത്ഥന. ഒരു വ്യക്തിയോ ഒരു സമൂഹമോ മറ്റൊരാൾക്കോ മറ്റൊരു സമൂഹത്തിനോ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. നാം പലപ്പോഴും വിശുദ്ധരുടെ പ്രാർത്ഥനാ സഹായം തേടാറുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധ ഔസേപ്പിൻ്റെയും മാർ തോമാസ് ലിഹായുടെയും മറ്റും പ്രാർത്ഥനാ സഹായം നാം ദിവസേന യാചിക്കാറുള്ളതാണ്. അതുപോലെ നാമും മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും സ്നേഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇവയെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. ഇവയെ കൂടാതെ പ്രാർത്ഥനയെ സമൂഹ പ്രാർത്ഥനയെന്നും വ്യക്തിപരമായ പ്രാർത്ഥനയെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. സമൂഹ പ്രാർത്ഥന, ഒന്നിലധികം പേർ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനെയാണ് നാം സമൂഹ പ്രാർത്ഥനയെന്ന് പറയുന്നത്. സമൂഹ പ്രാർത്ഥനകളിൽ വിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനകളും പ്രത്യേക പ്രാധാന്യമുള്ളവയാണ്. വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. നമ്മുടെ ഭവനങ്ങളിൽ പ്രഭാത സന്ധ്യാവേളകളിൽ നടത്തുന്ന കുടുംബ പ്രാർത്ഥനയും കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനയും എല്ലാം സമൂഹ പ്രാർത്ഥനകളാണ്. സമൂഹ പ്രാർത്ഥന വഴി നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അവിടുത്തോട് മാപ്പ് അപേക്ഷിക്കുകയും അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു. വ്യക്തിപരമായ പ്രാർത്ഥന, ദൈവസന്നിധിയിൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടത്തുന്ന പ്രാർത്ഥനയാണ് വ്യക്തിപരമായ പ്രാർത്ഥന. രാവിലെ ഉണരുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴുമെല്ലാം നമുക്ക് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മുടെ സന്തോഷങ്ങളിലും വേദനകളിലും ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആവശ്യങ്ങളിലും നമുക്ക് ദൈവത്തോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രാർത്ഥനയുടെ ഫലങ്ങൾ, പ്രാർത്ഥനയുടെ ഫലങ്ങൾ നമുക്ക് ദൈവികമായ ശക്തിയും അനുഗ്രഹവും ലഭിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു, ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഈശോ വീണ്ടും പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവ്
തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവകൃപ നമ്മെ നന്മ ചെയ്യാനും പ്രലോഭനങ്ങളെ അതിജീവിക്കാനും ശക്തരാക്കി തീർക്കുന്നു. അതിനാലാണ് ഈശോ തൻ്റെ ശിഷ്യരോട് പറഞ്ഞത്, നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കാൻ നമുക്ക് വളരെയേറെ ശക്തി ആവശ്യമാണ്. പ്രാർത്ഥനയിലൂടെ ശക്തി നേടി ഈശോയ്ക്ക് പ്രീതികരമായ ജീവിതം നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ഈശോയെ, ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓർമ്മിക്കാൻ ഒരു തിരുവചനം: ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 10-ാം വാക്യം. നമുക്ക് ഉത്തരം കണ്ടെത്താം. ചോദ്യം 1: പ്രാർത്ഥന എന്നാൽ എന്ത്? ഉത്തരം: പ്രാർത്ഥന ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമാണ്. ഈശോ പ്രാർത്ഥനയിൽ തൻ്റെ പിതാവുമായി സംസാരിച്ചിരുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ നാമും ദൈവത്തോട് സംസാരിക്കുന്നു. ദൈവമഹത്വം ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ചോദ്യം 2: പ്രാർത്ഥനയുടെ വിവിധ ഘടകങ്ങൾ എന്തെല്ലാം? ഉത്തരം: ദൈവവുമായുള്ള സംഭാഷണത്തിലെ പ്രത്യേകതകൾ അനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് ആരാധന, സ്തുതിപ്പ്, കൃതജ്ഞത, യാചന, മാധ്യസ്ഥം എന്നിങ്ങനെ വിവിധ ഘടകങ്ങളുണ്ട്. ചോദ്യം 3: പ്രാർത്ഥനയുടെ ഫലങ്ങൾ എന്തെല്ലാം? ഉത്തരം: പ്രാർത്ഥനയുടെ ഫലങ്ങൾ നമുക്ക് ദൈവികമായ ശക്തിയും അനുഗ്രഹവും ലഭിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു: ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഈശോ വീണ്ടും പറഞ്ഞു: സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ചോദ്യം 4: പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവകൃപ നമ്മെ എന്തിനെല്ലാം സഹായിക്കുന്നു? ഉത്തരം: പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവകൃപ നമ്മെ നന്മ ചെയ്യാനും പ്രലോഭനങ്ങളെ അതിജീവിക്കാനും ശക്തരാക്കി തീർക്കുന്നു.